ഞങ്ങൾ ഗുരുവായൂർക്ക് പോകുക. നാരായണീയ സമർപ്പണമാണ് നാളെ. അപ്പം അതിനിന്നേ പോയി അവിടെ സ്റ്റേ ചെയ്ത് ഗുരുവായൂരപ്പനെയും തൊഴുത് നാളെ നാരായണീയ സമർപ്പണവും കഴിഞ്ഞ് തിരിച്ചു വരും. ഒരു 11:15 ആയപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ടായി. ഇപ്പോൾ കൊടുങ്ങല്ലൂർ വഴിക്കാണ് ഗുരുവായൂർക്ക് പോകുന്നത്. അവിടെ റോഡ് പണി നടക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഡീവിയേറ്റ് ചെയ്തൊക്കെ പോകണം. പിന്നെ പകലായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഗുരുവായൂർ ഒരു 1:15 ആയപ്പോഴത്തേക്കും എത്തി. അവിടെ റൂം നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ നിന്ന് 3 മണിക്കാണ് ശരിക്കും ചെക്ക് ഇൻ ചെയ്യേണ്ട സമയമെങ്കിലും അവർ നേരത്തെ തന്നു. ഞങ്ങൾ അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നിന്ന് തന്നെ ലഞ്ച് കഴിച്ചു. നല്ല ഫുഡാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. സൺഡേ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. ക്യൂ ഒക്കെ നിന്ന് വേഗം തൊഴുത് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തിരിച്ച് റൂമിലെത്തി. പിന്നെ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും രാത്രി ഒന്ന് ഓടിപ്പോയി. അപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലുള്ള ഡാൻസ് ഒരുപാട് തൊഴുത് ഇങ്ങനെ പരിപാടിയുണ്ടോ ഓഡിറ്റോറിയത്തിൽ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ടീച്ചർ നിലവിളക്കൊക്കെ കൊളുത്തി പരിപാടി ആരംഭിക്കാൻ പോവുകയാണ്. സ്റ്റേജിൽ എല്ലാവരും ഇരുന്നു. ഇനി അധികം സമയമില്ല. 4 മണിക്ക് വെളുപ്പിന് 4 മണിക്ക് തന്നെ തുടങ്ങാൻ പോവാം. ആദ്യം തന്നെ ആരംഭിച്ചു. അതിനെ തുടർന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചൊല്ലി. അങ്ങനെ ഫുള്ളും 1-ാം ദശകം തൊട്ട് 100 ദശകം വരെ ഞങ്ങൾ ചൊല്ലി സമർപ്പിച്ചു. ഇതിന് ഞങ്ങൾക്ക് അനുവദിച്ചിരുന്ന സമയം രാവിലെ 9 മണി വരെയാണ്. അതായത് വെളുപ്പിന് 4 മണി തൊട്ട് 9 മണി വരെ 5 മണിക്കൂർ. ഈ 5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ ഈ 100 ദശകവും വായിച്ച് സമർപ്പിച്ചു. അതിനുശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. 9 മണി വരെ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ 8:45 കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 100 ദശകവും വായിച്ച് തീർന്നു. പിന്നെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് സമയം അവിടെ ചിലവഴിച്ചിട്ട് തിരിച്ചു പോന്നു. പാരായണത്തിന് കുറച്ച് ഭാഗങ്ങൾ കിട്ടുള്ളൂ. ഞങ്ങളെല്ലാവരും കൂടെ സ്റ്റേജിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോന്നു. ഇപ്പോൾ ഗുരുവായൂർ പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല റെസ്ട്രിക്ഷനുണ്ട് കേട്ടോ. അവിടെ ഉള്ളവരെ കണ്ടു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയോ പോലീസൊക്കെ കണ്ടു കഴിഞ്ഞാൽ അലൗ ചെയ്യില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇന്നാളത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായില്ലേ അതിന് ശേഷം. പിന്നെ ഞങ്ങൾ ഉള്ളിലൊന്നും കയറി തൊഴുതാൻ നിന്നില്ല. പുറത്ത് നിന്ന് തന്നെ തൊഴുതു. തലേദിവസം നല്ലപോലെ തൊഴുതായിരുന്നു കേട്ടോ. പുറത്ത് നിന്ന് തന്നെ തൊഴുത് ഞങ്ങളെല്ലാവരും തിരിച്ചു പോന്നു.